നമസ്കാരം. നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ പോലീസിനെതിരെ നടത്തുന്ന വളരെ പരസ്യമായ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടസ്റ്റിന് പല മാനങ്ങൾ കൈവരുകയാണ്. മലപ്പുറത്തെ എസ്.പിയുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എം.ആർ. അജിത്കുമാർ എന്ന എ.ഡി.ജി.പിക്കെതിരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നത് ആ സംഭവത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ ഗൗരവം വല്ലാതെ വർദ്ധിപ്പിക്കുകയാണ്. എം.ആർ. അജിത്കുമാർ സർക്കാരിൻ്റെ ശത്രുവായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. തൃശ്ശൂരിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ബി.ജെ.പി. അദ്ദേഹം സഹായിച്ചു, അതിന് അദ്ദേഹം പൂരം കലക്കിക്കൊടുത്തു എന്ന ഗുരുതര വിമർശനം ഉന്നയിക്കുകയാണ് എം.ആർ. അജിത്കുമാറിനെതിരെ. നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ വലിയ വിവാദം ഉണ്ടാക്കിയ ഇപ്പോഴും പലപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്വേഷ യൂട്യൂബർക്കെതിരായിട്ടുള്ള പോലീസിൻ്റെ വയർലെസ് ചോർത്തൽ കേസിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒഴിവാക്കി അയാളെ രക്ഷിച്ചു കൊടുക്കാൻ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം പറ്റി എന്ന ആരോപണവും കൂടി എം.ആർ. അജിത്കുമാറിനെതിരെ ഉന്നയിക്കുകയാണ്. സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ പദ്ധതിക്ക് എം.ആർ. അജിത്കുമാർ സഹായം ചെയ്തു കൊടുക്കുന്നു എന്നാണ് അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം. അപ്പോൾ അദ്ദേഹം മലപ്പുറത്തെ എസ്.പി. സുജിത് ദാസ് പല ആളുകൾക്കെതിരായിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ സുജിത് ദാസിൻ്റെ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ആ സംഗതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് പോകുന്നു എന്നൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു എം.എൽ.എ, ഒരു ഭരണകക്ഷി എം.എൽ.എ. ഉന്നയിക്കുന്ന ഈ പ്രശ്നം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ ലോജിക്കലുമാണ്. എന്തുമാത്രം ഗൗരവത്തിൽ എടുക്കുന്നുണ്ട് സർക്കാർ, മുന്നണി, പാർട്ടി, ഈ വിഷയം നമ്മൾ സംസാരിക്കുകയാണ്. ആദ്യം ദിവസം എന്താണ് തോന്നുന്നത്? അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയങ്ങൾ വരാനുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്നിപ്പോൾ അൻവർ പക്ഷേ കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ എടുത്തു വയ്ക്കുകയാണ്. അത് എന്തുമാത്രം സീരിയസ് ആണ്? നിഷാദ്, ഇതിനകത്ത് ആദ്യം ടു പുട്ട് ദ തിങ്സ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നത് മാതിരി അൻവർ എന്ന് പറയുന്നത് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. CPM-ൻ്റെ പാനലിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി, മത്സരിച്ച് ജയിച്ച ഒരു MLA ആണ് അദ്ദേഹം. ഇന്ന് കുറേ അധികം കാര്യങ്ങൾ പറയുന്നു, ഭരണപക്ഷ MLA. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ട്, എൻഡോസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഭരണപക്ഷ MLA-യും മുൻ മന്ത്രിയുമായിട്ടുള്ള KT ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അപ്പോൾ അത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ADGP അജിത് കുമാർ, അദ്ദേഹം ആരാണ്? ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറിനെ കുറിച്ച് ഇതേ പോലീസ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള, ഇപ്പോൾ പത്തനംതിട്ട SP ആയിട്ടുള്ള, നേരത്തെ ദീർഘകാലം മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഇന്നലെ ഇദ്ദേഹത്തോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ ഇദ്ദേഹം പുറത്തു വിട്ടു. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ADGP അജിത് കുമാറാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പോലീസിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P. ശശിയുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് ആര്? ADGP അജിത് കുമാർ. ഈ ADGP അജിത് കുമാറിൻ്റെ നിയന്ത്രണത്തിലാണ് കേരള പോലീസ് സമ്പൂർണ്ണമായി. ഇത് പറയുന്നത് ആരാണ്? കേരള പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള SP സുജിത് ദാസ്. സുജിത് ദാസ് ഇക്കാര്യം പറഞ്ഞതായി പുറം ലോകത്ത് അറിയിക്കുന്നത് ആരാണ്? ഇടതുപക്ഷ MLA ആയിട്ടുള്ള അൻവർ. അവർ തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ ഓഡിയോ ടേപ്പ് അദ്ദേഹം പുറത്തേക്ക് വിടുകയാണ്. എന്നിട്ട് ഇന്ന് അൻവർ മാധ്യമങ്ങളോട് പറയുന്നതാണ്, ഈ ADGP അജിത് കുമാർ ആണ് 2 അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ തൃശ്ശൂർ പൂരം കലക്കിയതിന് പിറകിൽ ആരാണ്? ADGP അജിത് കുമാറാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കിയ സംഭവം നമുക്കറിയാം. പൂരത്തിൻ്റെ തലേദിവസം പോലീസ് നടത്തിയ പോലീസ് എക്സസ് എന്ന് നിശ്ചയമായും പറയാവുന്ന ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അന്നത്തെ അവിടുത്തെ കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകിൻ്റെതിരെയാണ് വിമർശനം വന്നത്. അങ്കിത് അശോക് എന്ന് പറഞ്ഞാൽ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ഇത്രയും സെൻസിറ്റീവായ, പൂരം പോലെ ലോകം മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു റിലീജിയസ് ഇവൻറ്റ്, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഇവൻറ്റിൽ ഈ ജൂനിയറായ പോലീസ് ഓഫീസർ ഇങ്ങനെ ഇടപെടുമെന്ന് നമുക്ക് വിചാരിക്കാനേ പറ്റില്ല. അപ്പോൾ അൻവർ പറയുന്നു, ഇതിന് പിറകിൽ, ഈ പൂരം കലക്കിയ ഏർപ്പാടിന് പിറകിൽ ആരാണ്? അജിത് കുമാറാണ്. അജിത് കുമാർ ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്? P. ശശിയുടെ നിർദ്ദേശം അനുസരിച്ച്. അപ്പം ഇതാർക്ക് വേണ്ടിയാണ് ഈ പൂരം കലക്കിയത്? പൂരം കലക്കി ഈ സുരേഷ് ഗോപിയും ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ഈ പൂരം കലക്കിയതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? BJP ആണ്, സുരേഷ് ഗോപിയാണ്. അപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢപദ്ധതി, അതിൻ്റെ പിണിയാളായി, അതിൻ്റെ നടത്തിപ്പുകാരനായി ഈ പറയുന്ന ADGP പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നിഷാദ് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുമായിട്ടുള്ള വ്യക്തി സൗഹൃദത്തിൻ്റെ പേരിലാണോ ഈ പണി ചെയ്തത്?
അതല്ല പി ശശിയുടെ നിർദ്ദേശാനുസരമാണോ ഇത് ചെയ്തത്? രണ്ടായാലും അപകടമാണ്. അപ്പോൾ പി ശശിയുടെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ അജിത് കുമാർ ഒന്നും ചെയ്യില്ല എന്നാണ് സുജിത് ദാസ് പറയുന്നത്. പി ശശിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അജിത് കുമാർ ഇത് ചെയ്തതെങ്കിൽ നോക്കൂ, തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിപക്ഷം ഉന്നയിച്ചുള്ള ആരോപണങ്ങൾ അടിവരയിടപ്പെടുകയാണ്. അത് CPM-ഉം BJP-യും തമ്മിലൊരു ഡീലായിരുന്നു എന്നല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസും BJP-യും തമ്മിലൊരു ഡീലിൻ്റെ ഭാഗമാണ് തൃശ്ശൂർ. കരുവന്നൂർ കേസുണ്ട്, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും BJP-യും തമ്മിൽ നടന്ന ഡീലിൻ്റെ ഭാഗമാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പ്രതിപക്ഷം കുറേ കാലമായി ഉന്നയിക്കുന്നുണ്ട്, ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണത്തിന് സാധുത കൈവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടത് നിസ്സാരമായ കാര്യമല്ല. ഭരണപക്ഷ MLA ആണ് പറയുന്നത്, അത്യന്തം ഗുരുതരമായ, അത്യന്തം സെൻസിറ്റീവായ ഒരു വിഷയം തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസം, തൃശ്ശൂർ പൂരം നടക്കുന്ന രാത്രിയിൽ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങ് കുളമാക്കി കയ്യിൽ കൊടുത്തു. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ഈ ADGP ആണെന്ന് ഭരണപക്ഷ MLA ഓൺ റെക്കോർഡ് പറയുകയാണ്. മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ നല്ല തെളിച്ചത്തോടുകൂടി പറയുകയാണ്. അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. രണ്ടാമത്തെ വിഷയം, ഇതേ ആൾക്കെതിരെ, ഇതേ ADGP അജിത് കുമാറിനെതിരെ ഭരണപക്ഷ MLA പറയുന്നു, PV അൻവർ പറയുന്നു, കേരളത്തിലെ വളരെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു വിദ്വേഷ പ്രചാരകൻ, ഒരു യെല്ലോ യൂട്യൂബർ, ആ യെല്ലോ യൂട്യൂബറെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സഹായിച്ചത് ADGP അജിത് കുമാറാണ്. സഹായിച്ചെന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ പണം പറ്റി. 2 കോടിയുടെ ഇടപാടാണ്. അതിൽ 1.5 കോടി കൊടുത്തു, ബാക്കി 50 ലക്ഷം കൊടുക്കാനിരിക്കുന്നു. വളരെ ഇങ്ങനെ എന്താ പറയുക, പൊതിഞ്ഞു വെട്ടിയിട്ടൊന്നുമല്ല അൻവർ പറയുന്നത്, വളരെ വ്യക്തതയോട് സ്ഫുടമായിട്ടാണ് പറയുന്നത്. 2 കോടിയുടെ ഇടപാട് 1.5 കോടി കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന ആളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. എന്ത് കേസാണ്? ഇങ്ങനെയുള്ള കേസ് എന്താണ്? ഇതേ പോലീസിൻ്റെ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തി സ്വന്തം യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത് അതിഗുരുതരമായ കുറ്റമാണത്. രാജ്യദ്രോഹം വരെ അട്രാക്റ്റ് ചെയ്യാവുന്ന, അതിന് മാത്രം ഗുരുതരമായിട്ടുള്ള തീവ്രവാദ സ്വഭാവത്തിലുള്ള ഒരു കുറ്റമാണത്. ഈ കുറ്റം ചെയ്തിരിക്കുന്ന ആരാണ്? കേരളമാകെ കഴിഞ്ഞ കുറേ കാലമായിട്ട് എന്താ പറയുക, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിൽ, ജനങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇവിടെ സംഘപരിവാറിന് വളരാൻ ആവശ്യമായിട്ടുള്ള ആശയപരിസരം എന്നൊന്നും പറയാൻ പറ്റില്ല, അതിനുള്ള നിലമൊരുക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങേയറ്റത്തൊരു വിദ്വേഷ പ്രചാരകനായിട്ടുള്ള ഒരു യെല്ലോ യൂട്യൂബർക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ADGP പ്രവർത്തിച്ചു എന്ന് കേരളത്തിലെ ഭരണപക്ഷ MLA പറയുന്നു. ഇതെന്താ സംഭവം? ഇത് വെള്ളരിക്കപ്പെട്ടതാണോ? ഇതേക്കുറിച്ച് ഇത്ര സമയമായിട്ടും ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ഇന്ന് ഗോവിന്ദ മാഷ്ടർ പത്രസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി 2 മറുപടിയാണ്. ഒന്ന്, പോലീസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്, പാർട്ടിക്ക് മേലെ ആരും വളരില്ല. ഇതല്ലല്ലോ ഇതിൻ്റെ മറുപടി. ഇത് ഗുരുതരമായ 2 വിഷയമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അൻവറിനെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ജലീലും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നാമതായി വിശദീകരിക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം ഇതേക്കുറിച്ച് വല്ലതും പറയുമെന്ന് നിഷാദിന് തോന്നുന്നുണ്ടോ? ഇദ്ദേഹം ഒരു അക്ഷരത്തെക്കുറിച്ച് പറയില്ല. ഇത് നമ്മൾ കുറേ കാലം ചർച്ച ചെയ്യും, പ്രതിപക്ഷം കുറേ കാലം പറയും. പക്ഷേ ഇതെന്താണ് തെളിയിക്കുന്നത്? പോലീസ് എന്ന് പറഞ്ഞ എന്താണ് അടിസ്ഥാനപരമായി പോലീസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? അതൊരു ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആണെന്നുള്ളതാണ്. ആ ഫോഴ്സിനെ കുറിച്ച്, അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ആ ഫോഴ്സിനകത്തുള്ള ഒരാൾ സംസാരിക്കുന്നു, അത് നാട്ടുകാർ മുഴുവൻ കേൾക്കുകയാണ്. പിന്നെ ആ ഫോഴ്സിനെ നിയന്ത്രിക്കുന്ന, അതിൻ്റെ പൊളിറ്റിക്കൽ കൺട്രോൾ ആരുടെ കയ്യിലാണോ ആ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരാളും അതിഗുരുതരമായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇതൊരു നാഥനില്ലാ കളരിയാണ്, ഇതൊരു വെള്ളരിക്കാ പട്ടണമാണ്. അജിത് കുമാർ ആകട്ടെ, അല്ലെങ്കിൽ വേറെ ഒരാളാകട്ടെ, അവർക്ക് അവരുടേതായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ പുറത്തുള്ള മറ്റു പല ഏജൻസികളുടെയും ഫോഴ്സുകളുടെയും താല്പര്യത്താലോ എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഏർപ്പാടിൻ്റെ പേരാണ് കേരള പോലീസ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ കാലമായി മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ്. പക്ഷേ ഇതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി മറുപടി പറയില്ല. മുഖ്യമന്ത്രി മറുപടി പറയാത്തതുകൊണ്ട് തന്നെ ഗോവിന്ദ മാഷ് ഇതേക്കുറിച്ച് ഒന്നും മിണ്ടില്ല. ഈ ഏർപ്പാട് ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടി പറയാം. ഈ 2 ഓഡിയോ ക്ലിപ്പ് വന്നു, ഇദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളിൽ ഇന്നത്തെ സംസാരം വന്നു. ഞാൻ മനസ്സിലാക്കുന്നു ഇനിയും ഓഡിയോ ക്ലിപ്പുകൾ വരും.
രജിംസ് എന്താണ് തോന്നുന്നത്? ഇപ്പം MR അജിത് കുമാർ എന്നതിലേക്ക് കാര്യങ്ങളെ അൻവർ എത്തിക്കുന്നത് എന്തുമാത്രം പ്രാധാന്യമുള്ള സംഗതിയാണ്? അതിൻ്റെ വഴി എന്താണ്? MR അജിത് കുമാർ ഈ സർക്കാരിന് എത്ര വേണ്ടപ്പെട്ട ആളാണെന്നുള്ളത് മനസ്സിലാണ്. നമ്മൾ സ്വപ്ന സുരേഷിൻ്റെ ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാൾ സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നല്ലോ. ഷാജ് കിരൺ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ MR അജിത് കുമാറായിരുന്നു. അതായത് സ്വപ്ന സുരേഷിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഷാജ് കിരൺ എന്നൊരാൾ വരുന്നു. അയാൾ നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് MR അജിത് കുമാറായിരുന്നു. അന്ന് അദ്ദേഹം വിജിലൻസ് മേധാവിയാണ്. സരിത്തിനെ സ്വപ്നയുടെ ഫ്ലാറ്റിൽ നിന്ന് വളരെ പൊടുന്നതിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ സംഘം MR അജിത് കുമാറിൻ്റെ സംഘമാണ്. അദ്ദേഹം ഒന്ന് വിജിലൻസ് ഡയറക്ടറാണ്. ഈ വിജിലൻസ് ഡയറക്ടറായിരിക്കും ഇത്രയും ആരോപണം, അതായത് ഷാജ് കിരൺ നിരന്തരം ബന്ധപ്പെട്ടു എന്ന ആരോപണം നേരിട്ടുകൊണ്ടിരിക്കെ, ഈ സരിത്തിനെ വളരെ പൊടുന്നതിനെ അറസ്റ്റ് ചെയ്ത് പോകേണ്ടി വന്നിരിക്കെ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറ്റി പിന്നീട് സ്ഥാപിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള DGP ആണ്. ഇപ്പോൾ നമുക്കറിയാം, മുമ്പുണ്ടായിരുന്ന DGP, ഇപ്പോഴത്തെ DGP, അവരുടെ ഒരു പോലീസ് സേനയിലുള്ള അവരുടെ ഒരു പിടുത്തം എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ പോലീസിനെ ഭരിക്കുന്നത്? MR അജിത് കുമാറാണ്. അത് നമുക്ക് വ്യക്തമാണ്. എവിടെയും എല്ലായിടത്തും അദ്ദേഹമുണ്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ കൂടെയും MR അജിത് കുമാറുണ്ട്. വയനാട്ടിൽ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ ഒപ്പം തന്നെ അദ്ദേഹമുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പറ്റി കഴിഞ്ഞ 5-8 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ നിരന്തരം ചൂണ്ടിക്കാട്ടുന്നു, പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു, ഈവൻ ഭരണപക്ഷത്ത് നിന്നുള്ള നേതാക്കളും MLA മാരും വരെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പോലീസ് സേന സർക്കാർ നയം അംഗീകരിച്ചല്ല പോകുന്നത്. ഈ MR അജിത് കുമാർ പാർട്ടിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഇപ്പോൾ സർക്കാർ നയമല്ല പിന്നെ എങ്ങനെയാണ് നടപ്പാക്കുക എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. അതായത് സ്വപ്ന സുരേഷിനെ അനുനയിപ്പിക്കാൻ സർക്കാർ നിയോഗിക്കുന്നത് MR അജിത് കുമാറിനാണെങ്കിൽ ആ MR അജിത് കുമാർ എങ്ങനെയാണ് സർക്കാർ നയം അനുസരിക്കാത്തത്? അത് PV അൻവറിന് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സുജിത് ദാസുമായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സുരേഷ് ഗോപിയും MR അജിത് കുമാറും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ അത് PV അൻവറിൻ്റെയിൽ ചിലപ്പോൾ അതിൻ്റെ രേഖകളുണ്ടാവും, അദ്ദേഹം അത് പുറത്തുവിട്ടിട്ടില്ല. അവരൊക്കെ കമ്മികളല്ലേ എന്നാണ് MR അജിത് കുമാർ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് എന്നാണ് അൻവർ ഈ സംഭാഷണത്തിൽ പറയുന്നത്. അപ്പോൾ താൻ കൂടി ഭാഗമായ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി, അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരെ കമ്മികളെന്ന് അധിക്ഷേപിക്കാൻ മാത്രം പൊളിറ്റിക്കൽ കൺവിക്ഷനുള്ള ആൾ കൂടിയാണ് MR അജിത് കുമാർ. ആരായിരിക്കും CPM-കാരെ കമ്മികളെന്ന് വിളിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുടെ ADGP ആണ്. അദ്ദേഹം CM-ൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആജ്ഞാനുവർത്തിയാണ്. അദ്ദേഹം പറയുന്നത് മാത്രം അനുസരിച്ച് ചെയ്യുന്നയാളാണ്. അദ്ദേഹമാണ് പോലീസ് സേനയെ ഭരിക്കുന്നതെന്ന് വരുമ്പോൾ ഇത് ഇതിൻ്റെ ഉത്തരം എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടിയുടെ നയവും MR അജിത് കുമാറിനെ നയിക്കുന്ന രാഷ്ട്രീയ ബോധവും എന്താണ് എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇതേ സുജിത് കുമാറിനെതിരെ ഇതേ ആരോപണം PV അൻവർ MLA-ക്ക് ഉൾപ്പെടെ ഉണ്ടാവുമല്ലോ. സുജിത് ദാസ് മലപ്പുറത്ത് SP ആയിരുന്നപ്പോൾ അജിത് കുമാറിൻ്റെ നയമാണോ നടപ്പാക്കിയത്? കാരണം ഈ മലപ്പുറത്ത് കൂടുതൽ കേസുകൾ ഉണ്ടാക്കണം എന്ന നയം അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സുജിത് ദാസ് നടപ്പാക്കി? ഇതേ സുജിത് ദാസ് അജിത് കുമാറിനെതിരെ സംസാരിക്കുകയാണ്. അയാളാണ് പാർട്ടി ഭരിക്കുന്നത്. എനിക്കതിൽ നിന്ന് മനസ്സിലായത് സുജിത് ദാസ് സംസാരിക്കുന്നത് അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയാണ്. ചില സത്യങ്ങൾ പറഞ്ഞ് അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ, ആ ശബ്ദരേഖ കേൾക്കുമ്പോൾ. അപ്പോൾ എന്തായാലും തൃശ്ശൂർ പൂരത്തിലേക്ക് വന്നാൽ, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് നോക്കുക. തൃശ്ശൂർ പൂരം കലക്കിയത് കൊണ്ടാണ് തൃശ്ശൂരിൽ VS സുനിൽകുമാർ തോറ്റത് എന്നൊരു കണ്ടെത്തൽ LDF-നുണ്ടോ? ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നത്. അതേസമയം VS സുനിൽകുമാറിന് പരാതിയുണ്ട്. അവിടെ തോൽവിക്ക് പ്രധാന കാരണം ഈ തൃശ്ശൂർ പൂരത്തിലെ പോലീസിൻ്റെ അമിതമായ ഇടപെടൽ മൂലമാണെന്ന് സുനിൽകുമാർ തോൽവിക്ക് ശേഷം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് LDF അംഗീകരിക്കുന്നുണ്ടോ? CPM അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. CPM-ൻ്റെ കണ്ടെത്തൽ എങ്ങനെയാണ്? അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ്. സുനിൽകുമാറിനെ പോലെ വളരെ സീനിയറായ മന്ത്രിയായിരുന്നിട്ടുള്ള CPI-യുടെ ഒരു നേതാവായ ആൾ താൻ തോറ്റത് ഈ പൂരത്തിലെ പോലീസ് ഇടപെടൽ മൂലമാണെന്ന് ആരോപിച്ചിട്ട് ഈ അങ്കിത് അശോകിനെതിരെ എന്തെങ്കിലും തരത്തിൽ നടപടി സ്വീകരിച്ചോ പോലീസ്? ഇല്ല, നമ്മൾ കേട്ടിട്ടില്ല. സാധാരണ രീതിയിലുള്ള റൊട്ടേഷനിൽ റൂട്ടീൻ ആളുകളെ മാറ്റുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകും. അതല്ലാതെ എന്തെങ്കിലും ഒരു അച്ചടക്ക നടപടിയോ ഒരു ശാസനയോ ഒന്നും പോലീസ് സേനയിൽ നിന്ന് അങ്കിത് അശോകന് നേരിടേണ്ടി വന്നിട്ടില്ല. എങ്കിൽ അതെന്തുകൊണ്ടാണ്? അദ്ദേഹം മുകളിൽ നിന്നുള്ള ആരുടെ ആജ്ഞ അനുസരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഭരണകൂടം തന്നെ ഇറങ്ങി കളിച്ചു വന്നു. അപ്പോൾ ADGP അജിത് കുമാർ സർക്കാരിൻ്റെ നയമല്ല നടപ്പാക്കുന്നതെന്ന് PV അൻവർ MLA ആരോപിക്കുമ്പോൾ ഇതേ സർക്കാരിന് വേണ്ടിയാണല്ലോ ഷാജ് കിരണുമായി സംസാരിക്കാനും സരിത്തിനെ അറസ്റ്റ് ചെയ്യാനും വേണ്ടി MR അജിത് കുമാർ പോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരള പോലീസിനെ ഭരിക്കുന്നത് ആരാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആരാണ്? നമ്മളെയൊക്കെ ഭരിക്കുന്നത് ആരാണ്? ഇപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഒരു ഇല്ലുമിനാറ്റിയാണോ? എനിക്കറിയില്ല.
എന്തായാലും വളരെ ഗുരുതരമായ ചോദ്യങ്ങൾ CPM-ന് മുമ്പിൽ വെക്കുന്നുണ്ട്. ഉത്തരവൊന്നും നമ്മളങ്ങനെ സാധാരണ നിലയ്ക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്തരം പോലീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സർക്കാർ പൊതുവെ തയ്യാറല്ല. സർക്കാർ ഉത്തരം പറയണം എന്ന നിലയ്ക്കുള്ള വാശി റൂളിംഗ് പാർട്ടിക്കും ഇല്ല. പക്ഷേ ചോദ്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്.